ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഷോർട്ട് കട്ട് കീയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഷോർട്ട് കട്ട് കീസാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ഷോർട്ട് കട്ട് കീയും അക്കൗണ്ടിംഗ് വൗച്ചറിലെ ഷോർട്ട് കട്ട് കീസുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേ ബുക്കിലെ ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഡേ ബുക്കിൽ ഏതൊക്കെ ഷോർട്ട് കട്ട് കീസാണ് വരുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഓൾട്ട് F2. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഓൾട്ട് F2? ഓൾട്ട് F2 എന്ന് പറയുന്നത് ചേഞ്ച് പീരീഡാണ് അല്ലേ. ഡേ ബുക്കിൽ ചേഞ്ച് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മന്ത് തൊട്ട് അടുത്ത പർട്ടിക്കുലർ മന്ത് വരെ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഇവിടെ ഓൾട്ട് F2 എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഓൾട്ട് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഡിസ്പ്ലേ ഡേ ബുക്കിൽ കിട്ടും. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേ ഡേ ബുക്ക് എടുക്കുന്നു. ഈ ഡേ ബുക്കിൽ നിന്നുകൊണ്ട് ഓൾട്ട് F2 പ്രസ് ചെയ്യുന്നു. ഓൾട്ട് F2ൽ നമ്മൾ ഫിനാൻഷ്യൽ പീരീഡ് പറയുന്നു 2018 ടു 31 മാർച്ച് 2019 കൊടുക്കുന്നു. നമുക്കവിടെ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഡിസ്പ്ലേ ഡേ ബുക്കിൽ വന്നിട്ട് ഓൾട്ട് F2 ചേഞ്ച് പീരീഡ്, ആ ചേഞ്ച് പീരീഡിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ പീരീഡ് കൊടുത്തപ്പം നമുക്ക് ആ ട്രാൻസാക്ഷൻസ് എല്ലാം കാണാൻ പറ്റി. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓൾട്ട് F1 ഉണ്ട്, ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. എല്ലാ റിപ്പോർട്ടിലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ഏത് കീയാണ്? ഓൾട്ട് F1. ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസിൻ്റെ മറ്റുള്ള സബ് ലെഡ്ജേഴ്സും കൂടെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. വീണ്ടും ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടൻസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആകണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് F1. F2 അറിയാമല്ലോ, ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള കീയാണ് ഓൾട്ട് F2. The next one F4. ചേഞ്ച് വൗച്ചർ ടൈപ്പ് വൈസ് ഡീറ്റെയിൽസ്. നമ്മളൊരു ചേഞ്ച് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൗച്ചർ ടൈപ്പ് വൈസ് ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് കീയാണ് യൂസ് ചെയ്യുന്നത്? F4. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വൗച്ചർ ടൈപ്പ് ഡീറ്റെയിൽസ് കാണുന്നത്? ഡിസ്പ്ലേ ഡേ ബുക്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാം എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെയുണ്ട് ഇല്ലേ. ഇതിൽ F4 ചേഞ്ച് വൗച്ചർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വൗച്ചർ ടൈപ്പും നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ ഞാൻ പേയ്മെൻറ്റ് വൗച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് മാത്രം എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. F4 പ്രസ് ചെയ്യുന്നു. F4ൽ ഏതാണോ നമുക്ക് കാണേണ്ടത്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് കൊടുക്കുന്നു, അപ്പോൾ സെയിൽസ് മാത്രം കാണാം. വീണ്ടും F4 പ്രസ് ചെയ്യുന്നു. ഓൾ ഐറ്റംസ് ആണെങ്കിൽ നേരത്തെ ഡിസ്പ്ലേ ഡേ ബുക്കിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ വരും. ഒരു പർട്ടിക്കുലർ വൗച്ചർ ടൈപ്പ് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കീയാണ് യൂസ് ചെയ്യുന്നത്? F4. F4ൽ നമ്മൾ പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. സോ പേയ്മെൻറ്റ് മാത്രം അവിടെ ഡിസ്പ്ലേ ആകും. നെക്സ്റ്റ് വൺ F5. കോളംനാർ റിപ്പോർട്ട്, അതായത് കോളം വൈസ് റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൗച്ചർ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വൗച്ചർ ടൈപ്പിലുള്ള ഡീറ്റെയിൽസ് ഒരു കോളം വൈസ് ചെയ്തിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏത് കീയാണ് പ്രസ് ചെയ്യുന്നത്? F5 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാണ്. F4 പ്രസ് ചെയ്യുന്നു. ഓൾ ഐറ്റം സെലക്ട് ചെയ്തു. എല്ലാ വൗച്ചർ ടൈപ്സും നമുക്കിവിടെ കാണാം. F4 പ്രസ് ചെയ്യുന്നു. F4 പ്രസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. പേയ്മെൻറ്റ് മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ പേയ്മെൻറ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റിൻ്റെ ഒരു കോളം വൈസ് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ F5 കോളംനാർ ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഏസ് ആക്കണം. ഇപ്പം ഞാൻ ഒന്നും ഏസ് ആക്കുന്നില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഒരു കോളത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ക്രീൻ അങ്ങ് എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള കീ ഏതാണ്? കൺട്രോൾ എ പ്രസ് ചെയ്യുമ്പോൾ കോളം വൈസ് ആയിട്ട് വരും. നോക്കിയേ, കൺവെയൻസ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, സ്റ്റേഷനറി വന്നിട്ടുണ്ട്, റെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് പേയ്മെൻറ്റിൽ
മറ്റ് ഏതൊക്കെ ലെഡ്ജേഴ്സ് ഉണ്ടോ അതൊക്കെ എത്ര എമൗണ്ട് വീതമാണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ടോട്ടൽ 17,950 ആണ് ഇവിടെ കാണിക്കുന്നത് ഇല്ലേ? ആ ടോട്ടൽ 17,950 എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ അകത്തൊരു ഡെബിറ്റ് മാറിക്കഴിഞ്ഞാൽ ബാക്കിയാണ് കാണിച്ചിരിക്കുന്നത് 3,000, 4050, 10,000. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇത്രയും എമൗണ്ടാണ് ഇവിടെ പോയേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇനിയും ഈ കോളംനാർ റിപ്പോർട്ടിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കീ ഉണ്ട് Alt F5, നോ കോളംസ്. ഇപ്പം നിലവിൽ നിൽക്കുന്ന കോളംനാർ റിപ്പോർട്ടിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ Alt F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് ആ കോളംസ് എല്ലാം മാറി പഴയ രൂപത്തിലാവും. അപ്പോൾ ഇവിടെ കോളം വൈസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് കാണുന്നത്. ഇവിടെ നിന്ന് Alt F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ മോഡിലേക്ക് മാറും. ഓക്കെ. ദ നെക്സ്റ്റ് വൺ F6, എക്സ്ട്രാക്റ്റ് വൗച്ചർ. എന്താണ് എക്സ്ട്രാക്റ്റ് വൗച്ചർ? എക്സ്ട്രാക്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡബിൾ എൻട്രി സിസ്റ്റം കണ്ടിട്ടുണ്ട്. ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി പോകുന്ന ഒരു സിസ്റ്റം. ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നിലവിൽ പേയ്മെൻറ്റ് എത്ര എണ്ണം ഉണ്ട്? 9 പേയ്മെൻ്റ് ഉണ്ട്, പേയ്മെൻറ്റ് വൗച്ചറുണ്ട്. ഇത്രയും എമൗണ്ട് ഉണ്ട്. ടോട്ടൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ F6 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ്, അതായത് 52,050 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട്. കൺവെയൻസ് ഉണ്ട്, റെൻ്റ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, കൂടാതെ സൺട്രി ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട് ഉണ്ട്. അതിൽ ഈ 5250 എന്ന് പറയുന്ന വാല്യൂ ക്യാഷായിട്ട് 13,550 ബാങ്കായിട്ട് 38,500 കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഓക്കെ. വീണ്ടും തിരിച്ച് പഴയ മോഡലാകണമെന്നുണ്ടെങ്കിൽ F6 വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ പഴയ മോഡലിലേക്കാവും. അപ്പോൾ F6 എക്സ്ട്രാക്റ്റ് വൗച്ചർ, വീണ്ടും F6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൗച്ചറിലേക്ക് മാറും. ദ നെക്സ്റ്റ് വൺ F7, ഷോ പ്രോഫിറ്റ്. നമുക്ക് സെയിൽസിലാണ് കൂടുതലും പ്രോഫിറ്റ് കാണേണ്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകം ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഷോ പ്രോഫിറ്റ് കാണുന്നത്. അപ്പോൾ F7 പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ടാലിയിൽ വന്നു. ടാലിയിൽ നമുക്കിപ്പം പേയ്മെൻറ്റ് വൗച്ചറാണ് ഇപ്പം സെലക്റ്റഡ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ? ഞാൻ F4 ചേഞ്ച് വൗച്ചർ എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു. അതിൽ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ വൗച്ചറും കാണാം. ഇതിൽ 2 സെയിൽസ് ഉണ്ട്. വീണ്ടും ഞാൻ F4 ചേഞ്ച് വൗച്ചറിലേക്ക് പോകുന്നു. നോക്കൂ, എല്ലാ വൗച്ചറും വന്നാൽ അവിടെ ഷോ പ്രോഫിറ്റ് കാണുന്നുണ്ടോ? ഇല്ല. F4 ചേഞ്ച് വൗച്ചറിൽ പോയിട്ട് ഞാൻ സെയിൽസ് എടുക്കുന്നു. സെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ പ്രോഫിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആയി. ഇപ്പോൾ 1,92,340 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. ഈ 1,92,340 എത്ര പ്രോഫിറ്റ് ഉണ്ട്? F7 പ്രോഫിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. ഗ്രോസ് റവന്യൂ, കോസ്റ്റ്, ദെൻ അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഓരോ സെയിൽസിലും എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 25 ഉണ്ടായിരുന്നു, ഇവിടെ 23 സംതിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതിനകത്ത് പ്രോഫിറ്റ് കാണാൻ പറ്റും. വീണ്ടും F7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ഹൈഡായി പോകും. ദ നെക്സ്റ്റ് വൺ F9, ഇൻവെൻട്രി റിപ്പോർട്ട്. F10, അക്കൗണ്ടിങ് റിപ്പോർട്ട്. അപ്പം ഡേ ബുക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഇൻവെൻട്രി റിപ്പോർട്ടും അക്കൗണ്ടിങ് റിപ്പോർട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്പ്ലേ ഡേ ബുക്കിൽ വന്നു. F4 ചേഞ്ച് വൗച്ചർ, ഓൾ ഐറ്റംസ് ഞാൻ കൊടുക്കുകയാണ്. ഓൾ ഐറ്റംസ് കൊടുത്തു. ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാണാം. നമുക്കിവിടെ F9 ഇൻവെൻട്രി റിപ്പോർട്ട്. F9 ഇൻവെൻട്രി റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻവെൻട്രി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഗോഡൗൺ വൈസ് സമ്മറി, മൂവ്മെൻറ്റ് അനാലിസിസ്, ഫിസിക്കൽ സ്റ്റോക്ക്, പർച്ചേസ് ബിൽ പെൻഡിങ്, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റോക്ക് ക്യൂറി, സ്റ്റോക്ക് സമ്മറി, സ്റ്റോക്ക് ജേണൽ രജിസ്റ്റർ, കാറ്റഗറി സമ്മറി, സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു അഡ്വാൻസ് മെത്തേഡിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് തരും. F10 അക്കൗണ്ടിങ് റിപ്പോർട്ട് ഈ ഡിസ്പ്ലേ ഡേ ബുക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏതിലേക്ക് പോകാം? ബാലൻസ് ഷീറ്റിലേക്ക് പോകാം, ബിൽസ് പേയബിളിലേക്ക് പോകാം, ബിൽസ് റിസീവബിളിലേക്ക് പോകാം, ക്യാഷ് ഓർ ബാങ്ക് കാണാം, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, P&L, പർച്ചേസ് ഓർഡർ, പർച്ചേസ് രജിസ്റ്റർ, റേഷ്യോ അനാലിസിസ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് വൗച്ചർ. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് അക്കൗണ്ടിലേക്കും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ് റിപ്പോർട്ടുകളിലേക്കൊക്കെ നമുക്ക് എവിടെ നിന്ന് പോകാം? ഡിസ്പ്ലേ ഡേ ബുക്കിൽ നിന്ന് പോകാം. F9 ഇൻവെൻട്രി റിപ്പോർട്ട് ആൻഡ് F10 അക്കൗണ്ടിങ് റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ സ്പേസ് ആൻഡ്
സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൗച്ചറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് കീയാണ്? സ്പേസ്. എന്നാൽ കൺട്രോൾ സ്പേസ് ആണെങ്കിലോ ഏതൊക്കെ വൗച്ചറുകൾ ഡേ ബുക്കിലുണ്ടോ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏതൊക്കെ വൗച്ചറുണ്ടോ ആ വൗച്ചേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഡിസ്പ്ലേ ഡേ ബുക്കിൽ വന്നു. ഞാനിവിടെ സ്റ്റേഷനറി പേയ്മെൻറ്റ് അവിടെയാണ് നിൽക്കുന്നത്. സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ പർട്ടിക്കുലർ വൗച്ചർ മാത്രം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മാത്രം സെലക്റ്റഡ് ആയി. താഴേക്ക് വന്നു, അടുത്തത് ഞാൻ സെലക്ട് ചെയ്തു. സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. കണ്ടോ? താഴെ വന്നു, സ്പേസ് ബാർ പ്രസ് ചെയ്തു, സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും സെലക്റ്റഡ് ആയി. കൺട്രോൾ സ്പേസ് ബാർ ആണെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ട്രാൻസാക്ഷൻ സെലക്റ്റഡ് ആവും. വീണ്ടും കൺട്രോൾ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെലക്റ്റഡ് എല്ലാം അൺസെലക്റ്റ് ആയിപ്പോവും അല്ലെങ്കിൽ ഡീസെലക്റ്റ് ആയിപ്പോവും. ഓക്കെ. The next one, Alt R, remove a line. Another one, Alt U, restore a line. Then Control U, restore all line. ഇത് കൂടുതലും നമ്മളൊരു പർട്ടിക്കുലർ വൗച്ചേഴ്സ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് ഈ 3 കീയുടെയും യൂസേജ്. Alt R, remove a line. Alt U, restore a line. റിമൂവ് ചെയ്ത ലൈനെ തിരിച്ചു കൊണ്ടുവരുന്നു. കൺട്രോൾ യു, ഏതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരുമിച്ച് നമുക്ക് റീസ്റ്റോർ ചെയ്യുന്നു. അതാണ് Alt R, Alt U, കൺട്രോൾ യു. നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പർട്ടിക്കുലർ വൗച്ചേഴ്സ് മാത്രം ഞാൻ പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് വൗച്ചറിൽ വന്നു, പേയ്മെൻറ്റ് വൗച്ചർ ഞാൻ സെലക്ട് ചെയ്തു. യെസ്, 9 പേയ്മെൻറ്റ് വൗച്ചറുണ്ട്. ഈ 9 പേയ്മെൻറ്റ് വൗച്ചറും ഓരോന്നോരോന്നായിട്ട് ഞാൻ വെരിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വെരിഫൈ ചെയ്തതെല്ലാം എനിക്ക് ഇവിടുന്ന് റിമൂവ് ആവണം. ഞാൻ Alt R പ്രസ് ചെയ്തു. കണ്ടോ? സെക്കൻഡിലാണ് നിൽക്കുന്നത്. വീണ്ടും ഞാൻ Alt R പ്രസ് ചെയ്തു, റിമൂവായി. വീണ്ടും Alt R, റിമൂവായി. Alt R, റിമൂവായി. കൺട്രോൾ യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ ആവും എല്ലാം ഒരുമിച്ച്. ഓരോന്നാണെങ്കിൽ Alt R ആണ്. Alt U ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റീസ്റ്റോർ ആവും. Alt R ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യുന്നു. Alt U ഓരോന്നോരോന്നായിട്ട് റീസ്റ്റോർ ആകുന്നു. കൺട്രോൾ യു ആണെങ്കിൽ ഏതൊക്കെ റിമൂവ് ചെയ്തോ അതെല്ലാം നമുക്ക് തിരിച്ച് റീസ്റ്റോർ ആവും. അപ്പോൾ 3 കീസാണ് നമ്മളിപ്പം പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? Alt R, റിമൂവ് എ ലൈൻ. Alt U, റീസ്റ്റോർ എ ലൈൻ. കൺട്രോൾ യു, റീസ്റ്റോർ ഓൾ ലൈൻ. The next one, Alt I, it means insert a voucher. ഒരു വൗച്ചർ നമുക്ക് ഇൻസെർട്ട് ചെയ്യണം. ഇപ്പം നിലവിൽ 9 ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റുമായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. എനിക്കൊരെണ്ണം ഇൻസെർട്ട് ചെയ്യണം. ആ ഇൻസെർട്ട് ചെയ്യുന്നത് 2 ജനുവരിയിൽ എനിക്കൊരെണ്ണം ഇൻസെർട്ട് ചെയ്യണം. അതായത് 4ാമത്തെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ? പേയ്മെൻറ്റ് 4 ആണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ Alt I പ്രസ് ചെയ്തു. പേയ്മെൻറ്റ് വൗച്ചർ നമ്പർ 4I. ഓക്കെ. അപ്പം ഞാൻ ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 റെൻ്റ് ഉണ്ടല്ലേ? പേയ്മെൻറ്റ് 3ഉം റെൻ്റാണ്, പേയ്മെൻറ്റ് 4ഉം റെൻ്റാണ്. പേയ്മെൻറ്റ് 5 സ്റ്റേഷനറി അല്ലേ? പേയ്മെൻറ്റ് 6ഉം സ്റ്റേഷനറി. ഞാൻ ഈ പേയ്മെൻറ്റ് 4ൽ നിന്ന് ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. Alt I. അപ്പോൾ ഈ പേയ്മെൻറ്റ് 4 എന്നുള്ളത് എന്തിലേക്ക് മാറും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ Alt I പ്രസ് ചെയ്തു. ഞാൻ പേയ്മെൻറ്റിൽ ഒരു സാലറി കൊടുക്കുവാണ് 4ാമത്തെ ട്രാൻസാക്ഷനായിട്ട്. 5000 ക്യാഷ്. ഇതിനകത്ത് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, പീരീഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ പീരീഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. 1/4/2019 to 31st March 2020. ഒന്നുകൂടെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമുക്ക് ആദ്യമേ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പീരീഡ് എന്താണെന്ന് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലി വന്നു. Alt F3 പ്രസ് ചെയ്തു. ഓൾട്ടർ. കമ്പനി ചെയ്തിരിക്കുന്നത് 1/4/2018 ആണ്. 1/4/2018ലും ബുക്സ് ബിഗിനിങ് നോക്കി
1/1/2019 ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പം 1/4/2018 ടു 31st March 2019 ആണ് നമ്മുടെ മെയിൻ ട്രാൻസാക്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി വന്നു. Alt F2 1/4/2018 to 31st March 2019 കൊടുത്തു. ഓക്കെ, ഡിസ്പ്ലേ ഡേ ബുക്ക് Alt F2 1/4/2018 to 31st March 2019 ട്രാൻസാക്ഷൻസ് എല്ലാം ഡിസ്പ്ലേ ആയി. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ പീരീഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ 4-ാം തീയതി, അതായത് 4-ാമത്തെ വൗച്ചറായിട്ട് ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. Alt I ഞാൻ പ്രസ് ചെയ്തു. അപ്പം പേയ്മെൻറ്റ് വൗച്ചർ നമ്പർ 4, സാലറി സെലക്ട് ചെയ്തു, 5000 കൊടുത്തു, ക്യാഷ് സേവായി. അപ്പോൾ ഈ സാലറി വൗച്ചർ നമ്പർ ഏതായി? 4 ആയി. ആ 4 ഏതിലേക്ക് മാറി? 5-ലേക്ക് മാറി. കണ്ടോ, ഇതാണ് ഇൻസെർട്ട് എ വൗച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ നമ്പറിലേക്ക് ഒരെണ്ണം ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വൗച്ചർ നമ്പറിൽ കൊണ്ട് സെലക്ഷൻ കൊടുക്കുക. ഇപ്പം 3-ലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ കൊണ്ടുവരുന്നു, Alt I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പേയ്മെൻറ്റ് വൗച്ചർ എന്തായി? 3 ആയി. അപ്പം 3 എന്തായിട്ട് മാറും? 4-ലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വൗച്ചർ നമ്പറിൽ ഒരു വൗച്ചർ നമുക്ക് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കീ ആണ് Alt I ഇൻസെർട്ട് വൗച്ചർ. നെക്സ്റ്റ് വൺ Alt A, ആഡ് എ വൗച്ചർ. പുതുതായിട്ടൊരു വൗച്ചർ ആഡ് ചെയ്യണം, അതാണ് Alt A. അപ്പോൾ Alt Iയും Alt Aയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. നോക്കൂ, ഞാനിപ്പോൾ പേയ്മെൻറ്റ് 3-ലാണ് നിൽക്കുന്നത്. പേയ്മെൻറ്റ് 3-ൽ നിന്നിട്ട് ഞാൻ Alt A പ്രസ് ചെയ്യുമ്പം പേയ്മെൻറ്റ് ഏതിലേക്ക് മാറി? 4-ലേക്ക് മാറി. നേരത്തെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? പേയ്മെൻറ്റ് 3-ൽ നിന്നിട്ട് ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഏതായിട്ട് മാറും? 3 ആയിട്ട് തന്നെയായിരുന്നു വരുന്നത്. Alt I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇൻസെർട്ടാണ്. Alt A ആണെങ്കിൽ പുതുതായിട്ടൊരെണ്ണം ആഡ് ചെയ്യാൻ, അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് വരും. ഇപ്പം 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിന്നിട്ട് Alt A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4-മതൊരു വൗച്ചറായിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് Alt A ആഡ് എ വൗച്ചർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ നോക്കിക്കോണം. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തിട്ട് നോക്കിക്കോണം. Alt I ഇൻസെർട്ട് വൗച്ചർ, Alt A ആഡ് എ വൗച്ചർ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അടുത്ത കീ Alt 2 എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എ വൗച്ചർ. ഈ ഡ്യൂപ്ലിക്കേറ്റ് എ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വൗച്ചർ തന്നെ, ഒരു എക്സ്പെൻസ് തന്നെ എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അത് തന്നെ നമുക്ക് ഒരു 500 തന്നെ ഒരേ പർട്ടിക്കുലർ എക്സ്പെൻസ് തന്നെ പോകുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വൗച്ചർ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പർട്ടിക്കുലർ വൗച്ചർ, സ്റ്റേഷനറി, 2nd ജനുവരിയിൽ ഒരു സ്റ്റേഷനറി ഉണ്ട്, 300 rupees. ഇനി 1st ഫെബ്രുവരിയിലും ഒരു സ്റ്റേഷനറി ഉണ്ട്, അത് 500. എനിക്കിനി മാർച്ചിലേക്കും ഇതേ ഒരു ട്രാൻസാക്ഷൻ തന്നെ ചെയ്യണം. ഏതാ? 300. ആ പർട്ടിക്കുലർ സ്റ്റേഷനറി എന്നുള്ള വൗച്ചറിൽ വന്ന് നിന്നു, സെലക്ഷൻ കൊടുത്തു, Alt 2. എന്താ സംഭവിച്ചേ? അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി വന്നു. കണ്ടോ, ഡ്യൂപ്ലിക്കേഷൻ. ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതേ സെയിം വാല്യൂ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ജസ്റ്റ് F2 പ്രസ് ചെയ്യുന്നു, ഞാൻ ഡേറ്റ് ഒന്ന് മാറ്റുന്നു, 1/3 എന്ന് കൊടുക്കുന്നു, ദെൻ സേവ് ചെയ്യുന്നു. നോക്കുക, പുതുതായിട്ട് സെയിം ട്രാൻസാക്ഷൻ വന്നു. അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ ഈ ഒരു സ്റ്റേഷനറി 500 ആണ്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? Alt 2, നേരെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും. കണ്ടോ, ഏത് പർട്ടിക്കുലർ വൗച്ചറും നമുക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഞാനിത് 5000, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. 1st മാർച്ചിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ വരുന്നു,
Alt 2. ദെൻ എനിക്ക് എന്ത് ചെയ്താൽ മതി, F2 പ്രസ് ചെയ്യുന്നു, അവിടെ ഞാൻ 13 എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് Alt 2 ഡ്യൂപ്ലിക്കേറ്റ് എ വൗച്ചർ. അടുത്തത് Alt X ക്യാൻസൽ എ വൗച്ചർ. എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ്. Alt Xും ഉണ്ട്, അതേപോലെ തന്നെ Alt D. Alt D മീൻസ് ഡിലീറ്റ് എ വൗച്ചർ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വൗച്ചർ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. മെയിനായിട്ട് ഈ സെയിൽസ് ബില്ലൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. Alt X ഫോർ ക്യാൻസൽ എ വൗച്ചർ, Alt D ഡിലീറ്റ് എ വൗച്ചർ. നമ്മുടെ ഡേ ബുക്കിൽ ഞാൻ F4 പേയ്മെൻറ്റ് വൗച്ചർ ഞാൻ സെലക്ട് ചെയ്തു. നോക്കിയേ, ഇതിൽ 12 പേയ്മെൻറ്റ്സ് ഉണ്ട്. ആ 12 പേയ്മെൻറ്റ്സിൽ ഒരെണ്ണം എനിക്ക് ക്യാൻസൽ ചെയ്യണം. 2 സ്റ്റേഷനറി വന്നിട്ടുണ്ട്, ഒന്ന് 2500 ഉണ്ട്, ഒന്ന് 750 ഉണ്ട്. ഞാൻ ഇവിടുന്ന് Alt X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ക്യാൻസൽ. ഞാൻ ഏസ് കൊടുക്കുന്നു, അപ്പോൾ അവിടെ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കാണാം. കണ്ടോ, ക്യാൻസലായി. 6 എന്നുള്ളത് അതേപോലെ ഉണ്ട്, 7 ആണ് 2500. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത് നോക്കുക. Alt D പ്രസ് ചെയ്യുന്നു, ഡിലീറ്റ്. 7 എന്നുള്ള 6ലേക്ക് മാറി. 2500 എന്ന് പറയുന്നത് എന്തായിരുന്നു, 7ാമത്തതായിരുന്നു, അത് 6ലേക്ക് മാറി. എനിക്ക് സെക്കൻഡ് സ്റ്റേഷനറി 300 ഇതെനിക്ക് ക്യാൻസൽ ചെയ്യണം. ഞാൻ അവിടെ കൊണ്ട് സെലക്ഷൻ കൊണ്ടുവച്ചു. Alt X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ക്യാൻസൽ വരും. യെസ്, അത് ക്യാൻസലായിപ്പോയി. ഇനി ഈ പർട്ടിക്കുലർ പേയ്മെൻറ്റ് വൗച്ചർ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ കാണാം ക്യാൻസൽഡ് എന്ന് കാണാം. കണ്ടോ, കാരണം ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആണ്. ഈ ബിൽ നമ്പർ അതേപോലെ വേണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ക്യാൻസൽഡ് എന്ന് അവിടെ കാണാം. ഡിലീറ്റ് ചെയ്യാനുള്ള കീ ഏതാണ്, Alt D. ക്യാൻസൽ ചെയ്യാനുള്ളത് എന്താണ്, Alt X. അടുത്ത വൗച്ചർ എൻ്റർ ആണ്. അടുത്ത ഷോർട്ട് കട്ട് കീ എൻ്റർ കീ, ഓൾട്ടർ എ വൗച്ചർ. നമുക്ക് ഡിസ്പ്ലേ ഡേ ബുക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൗച്ചർ നമുക്ക് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൽ എൻ്റർ ചെയ്താൽ മതി. ഇനിയും കൺട്രോൾ എൻ്റർ ഉണ്ട്. ഇതിന് പറയുന്ന പേര് ഡ്രിൽ ഡൗൺ അല്ലെങ്കിൽ ഓൾട്ടർ എ ലെഡ്ജർ ഓർ വൗച്ചർ എന്നാണ് പറയുന്നത്. അതായത് വൗച്ചറിൽ നിന്നുകൊണ്ട് ഒരു ലെഡ്ജർ നമുക്ക് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യണം. ഇത് രണ്ടും എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡേ ബുക്കിലാണ്. ഈ ഡേ ബുക്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് വൗച്ചർ എടുത്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓൾട്രേഷൻ എന്നാണ് വരുന്നത്. കണ്ടോ, വൗച്ചർ ഓൾട്രേഷൻ. ഇത് 5000 അല്ല 6000 ആണെങ്കിൽ ഇവിടെ 6000 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ, അക്സെപ്റ്റ്. എന്തായി, അത് 6000 ആയി. വീണ്ടും ഞാൻ എൻ്റർ ചെയ്യുന്നു. ഈ സാലറിയിൽ വന്നു. സെലക്ഷൻ എവിടെയാണ് വന്നേക്കുന്നത്, സാലറിയിൽ വന്നു. ഇവിടെ കൺട്രോൾ എൻ്റർ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ലെഡ്ജർ ഡ്രില്ലാവും. ഡ്രില്ല് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകും. കണ്ടോ, സാലറിയിൽ വന്നു. നേരെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഈ ഗ്രൂപ്പും നമുക്ക് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്യാം. കൺട്രോൾ എൻ്റർ, അപ്പോൾ ആ ഗ്രൂപ്പും ഓൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഭാഗവും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സേവ് ചെയ്തു. എൻ്റർ കീ, ആ വൗച്ചർ ഓൾട്ടർ ചെയ്യാൻ നേരെ ഒരു പർട്ടിക്കുലർ ലെഡ്ജറിൽ വന്നിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ലെഡ്ജർ ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതിനെ ഡ്രിൽ ഡൗൺ ഫെസിലിറ്റി എന്നാണ് ടാലിയിൽ അറിയപ്പെടുന്നത്. അടുത്തത് ഹോം. സെലക്ട് ദി ടോപ്പ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഇൻ ഡേ ബുക്ക്. എൻഡ് കീ, സെലക്ട് ദി എൻഡ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഇൻ ഡേ ബുക്ക്. ഹോമും എൻഡ് കീയും എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഡിസ്പ്ലേ ഡേ ബുക്കിലാണ്. ഞാനിപ്പം ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ട്രാൻസാക്ഷനിൽ നിൽക്കുന്നത് അല്ലേ. 6ാമത്തെ പേയ്മെൻറ്റ് വൗച്ചറിലാണ്. ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ്. ഹോം എന്താ വന്നു, ഏറ്റവും ടോപ്പിലേക്ക് പോയി. എൻഡ് കീ, എൻഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക, ഏറ്റവും താഴെ വന്നു, ബോട്ടം ടോപ്പും. കണ്ടോ, അപ്പം ഹോം എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹോം എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ഡേ ബുക്കിൽ ഏറ്റവും ടോപ്പിലേക്കും, എൻഡ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കും വരും, സെലക്ഷൻ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള 2 ബട്ടനാണ്, ഹോം ബട്ടൺ ആൻഡ് എൻഡ് ബട്ടൺ. അപ്പം ഇന്നത്തെ ഡിസ്പ്ലേ ഡേ ബുക്കിലുള്ള ട്രാൻസാക്ഷൻസ് മീൻസ് ഷോർട്ട് കട്ട് കീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. ഷിയാബ്സ് അക്കാഡമിയുടെ എല്ലാ എപ്പിസോഡുകളും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. വളരെ സന്തോഷം. അപ്പം നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് ഒക്കെയാണ് വേണ്ടത്. നിങ്ങളുടെ വിലയേറിയ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.